അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ചെയ്തപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 5-നാണ് റീവാലുവേഷൻ്റെ സേ പരീക്ഷ നടക്കുന്നത് എന്നും അത് കഴിഞ്ഞാലേ റിസൾട്ട് വരിക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടതാണ്, അതായത് ഏപ്രിൽ 15-ൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏപ്രിൽ 15-നോ ആയിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നാളെ പ്രഖ്യാപിക്കും എന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നത് എലക്ഷൻ്റെ സമയത്തായിരുന്നു. അതായത് എലക്ഷൻ നടക്കുന്ന അതേ തീയതിയിൽ തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ നടക്കുമോ എന്നറിയില്ല, എങ്കിലും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഏപ്രിൽ 15 വരെ ഒന്ന് കാത്തിരിക്കാം. അതിൻ്റെ ഇടയിൽ എപ്പോഴും ആണെങ്കിലും റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. പിന്നെ പല ആളുകൾക്കും സംശയം ഉണ്ടാകും, ഇപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വരുന്നത് എവിടെയാണെന്ന്. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത അതേ സൈറ്റിൽ തന്നെയാണ് റീവാലുവേഷൻ്റെ റിസൾട്ടും അടിച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പറും അതുപോലെ ക്ലാസ്സും ജനറൽ ഒക്കെ സെലക്ട് ചെയ്ത ശേഷം തന്നെ ഇതേപോലെ സാധാരണ നമ്മളെങ്ങനെയാണോ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ തന്നെയാണ് റീവാലുവേഷൻ്റെ റിസൾട്ടും ലഭിക്കുക. പിന്നെ മറ്റൊരു സംശയമായിരിക്കും, ഇനിയിപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ട് കിട്ടിയാൽ ശേഷം വീണ്ടും നമുക്ക് റീവാലുവേഷന് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? അതൊരിക്കലും സാധിക്കില്ല. കാരണം നമ്മളൊരു പരീക്ഷ എഴുതിയ ശേഷമാണല്ലോ അതിൻ്റെ പുനർമൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷിച്ചത്. പിന്നെയും അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്യില്ല, പുനർമൂല്യനിർണ്ണയത്തിന് അതായത് റീവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതായിരിക്കും ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പരമാവധി അവർ നോക്കിയിട്ടുണ്ടാകും, കൊടുക്കാൻ പറ്റുന്ന പരമാവധി മാർക്ക് കൊടുത്ത ശേഷമായിരിക്കും നമുക്ക് ആ റിസൾട്ട് ലഭിക്കുക. പിന്നെ ഇപ്രാവശ്യം നമുക്ക് പൊതുപരീക്ഷയൊന്നും ഇല്ല, അതായത് 10+2 ഈ 2 ക്ലാസ്സുകളിലാണ് ഉള്ളത്. സാധാരണ നമുക്ക് 5, 7, 10 +2 അങ്ങനെ ആയിരുന്നു. 10+2 ഇപ്രാവശ്യം 10+2 മാത്രമാണുള്ളത്. ചിലപ്പോൾ അടുത്ത വർഷത്തിൽ ഇൻഷാ അല്ലാഹ് 6 അതുപോലെ 8, 10+2 അങ്ങനെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് റീവാലുവേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.